ഐഷു, നമുക്കിന്നില്ലേ വെജിറ്റബിൾസ് വെച്ചിട്ട് നല്ലൊരു ഡിഷ് തയ്യാറാക്കാം കേട്ടാ. പറയേ നീ കഴിക്കുമോ? എന്നിട്ട് കഴിക്കില്ല? എന്താ അത്? എല്ലാവരും കൂടെ അസ്സലാമലൈക്കും പറയും. അസ്സലാമലൈക്കും. അപ്പോൾ അതാ വെജിറ്റബിൾസൊക്കെ നമ്മൾ മുറിച്ചിട്ടുണ്ട് കേട്ടാ. മുറിച്ചിട്ട് ഇത് നമുക്ക് വെള്ളം വാർത്ത് വെച്ച് എല്ലാ വെജിറ്റബിൾസും ഉണ്ട്. അപ്പോൾ അതൊക്കെ വെള്ളം വാർത്ത് വെച്ചിട്ട് നമുക്ക് അതാ ഇനിയിപ്പോൾ ചട്ടി വെറുതെ എടുത്ത് അതിലേക്ക് ഇത് കൊട്ടിയ ശേഷം നമുക്ക് അതിലേക്ക് ഇതിലേക്ക് നമ്മൾ എന്താ ഇടുക? പച്ചമുളക് കീറിയത്, പിന്നെ തൊടാൻ പാടില്ല കേട്ടാ. പിന്നെ നമ്മൾ ഇതിലേക്ക് പിന്നെ എന്താ ഇടുക? ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ എന്താണ്? തൊടാൻ പാടില്ല കേട്ടോ, തൊട്ടാൽ ശരിയാവില്ല. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പാകത്തിന് മുളക് പൊടി ഇടുക കേട്ടാ. ഇത് നമുക്ക് കയ്യും കൊണ്ട് നല്ലോണം മിക്സാക്കുക. അങ്ങനെ മിക്സാക്കുക കേട്ടാ. അതിൽ തൊടാൻ മാത്രം പറ്റില്ല കേട്ടോ, തൊട്ടാലില്ലേ കൈ പൊള്ളില്ലേ. അപ്പം നമ്മളിങ്ങനെ മിക്സാക്കിയ ശേഷം പിന്നെ എന്ത് ചെയ്യും? പിന്നെ നമുക്കിത് എടുത്തിട്ട് അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. ഗ്യാസ് കത്തിക്കാം കേട്ടോ. ഗ്യാസ് കത്തിച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നല്ല ആവി കയറ്റിയ ശേഷം നല്ല ഒരു ഹാഫ് വേവ് ആവൂലേ. അപ്പോൾ നമുക്കിത് നല്ലോണം ആവി കയറ്റിയിട്ട് ഹാഫ് വേവിൽ നമുക്കിത് എടുക്കാം. അതിന് ശേഷം നമുക്കിത് തേങ്ങ എടുത്തിട്ട് നമ്മൾ തേങ്ങ എടുത്തില്ലേ, തേങ്ങ നമുക്കതിനെ ഒന്ന് ചതച്ചിട്ട് വരാം. നന്നായി ചതച്ച തേങ്ങ അതിൻ്റെ നടുവിൽ ഒരു കുഴിയാക്കിയിട്ട് ഇതിലേക്ക് കൊട്ടുക. എന്നാൽ നമുക്കിതൊക്കെ അങ്ങോട്ട് മൂടി വെക്കാം കേട്ടോ. മറ്റുള്ള സൈഡിലുള്ളതൊക്കെ എടുത്തിട്ട് മൂടി വെക്കാം. കണ്ട എന്താ കെട്ടണത്? ഒന്നും കെട്ടണില്ലേ? എന്താ ഇതിൽ കാട്ടണേ നമ്മൾ? മമ്മ എന്താ കെട്ടണത്? അങ്ങനെ ആക്കുക. അതിന് ശേഷം അത് നന്നായി മൂടി വെക്കുക. അപ്പോൾ നമുക്ക് തേങ്ങയൊന്നിങ്ങനെ നന്നായിട്ട് മൂത്ത് വരും. അതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി തേങ്ങയും കുറച്ച് നല്ല ജീരകവും 2 പച്ചമുളകും ഇത്തിരി തൈരും ഒക്കെ ഇട്ടിട്ടൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് വരാം കേട്ടോ. അതവിടെ കിടന്നിട്ട് നന്നായി വേകട്ടെ കേട്ടോ. തേങ്ങ കൂട്ടിയ ശേഷം നല്ല മിക്സാക്കി വിടണം. പിന്നെ അത് തേങ്ങ നല്ല മൂത്ത ശേഷം നമുക്കൊന്നിങ്ങനെ മിക്സാക്കി വിടാം. അപ്പോഴത്തേനും ഫുൾ വേവാവും. അപ്പോൾ എന്താണ്? ചോറ് വയ്ക്കാനല്ലേ. എന്നിട്ട് പിന്നെ നമ്മൾ ഇത് തൈരും തേങ്ങയും നല്ല ജീരകം അരച്ചത് പച്ചമുളകൊക്കെ കൂടി അരച്ചത് ഇതിൽ മിക്സാക്കി വെക്കുക. മിക്സാക്കി വെച്ചിട്ട് ഒന്ന് തിളക്കാനൊന്നും പാടില്ല കേട്ടോ, നന്നായി തിളക്കാൻ പാടില്ല. ഒന്നിങ്ങനെ തള പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിൻ്റെ കറിവേപ്പില ഇട്ടിട്ട് നമുക്കിത് മൂടി വെക്കാം. ഓഫാക്കിയിട്ട് മൂടി വെക്കാം കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ്